വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. അമേരിക്ക ആജ്ഞാപിച്ചു, ഇറാൻ അനുസരിച്ചു. അമേരിക്ക പറഞ്ഞു ഭരണമാറ്റം വേണമെന്ന്. ഇറാനിൽ ഭരണമാറ്റമുണ്ടായി. അമേരിക്ക ലോകത്തിന്റെ മുഴുവൻ തന്തയായപ്പോഴും അങ്ങനെ ഒരു തന്തയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തറപ്പിച്ച് പറഞ്ഞതിന് 147 വർഷമായി ഉപരോധം അനുഭവിക്കുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാനെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് പുതിയൊരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുമെന്ന് വീമ്പിളക്കി ചതിപ്രയോഗത്തിലൂടെ അവിടുത്തെ നേതാക്കളെയും ഭരണസാരഥികളെയും ഇല്ലായ്മ ചെയ്തത്. എന്നിട്ട് എന്തുണ്ടായി? അടുത്ത നിമിഷം തന്നെ അമേരിക്ക പറഞ്ഞ പോലെ അവിടെ ഭരണമാറ്റമുണ്ടായി. പുതിയ തലവൻ വന്നു. താൽക്കാലികമെങ്കിലും രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ പുതിയ ആത്മീയ നേതാവായി അലി റസ അറാഫി അധികാരമേറ്റു. പക്ഷെ അമേരിക്ക ആഗ്രഹിച്ച പാവ ഭരണകൂടമല്ല, സയനിസ്റ്റുകളെയും യാങ്കികളെയും വെച്ചുകുറിപ്പിക്കില്ല എന്ന് അലറി വിളിക്കുന്ന പുതിയ ഇറാന്റെ ഭരണകൂടം. ഒരു ആയത്തുള്ള ഖുമൈനി പോയാൽ 100 ഖുമൈനിമാർ വരുമെന്ന് കാണിച്ചു കൊടുത്തു. ഒരു IRGCയുടെ തലവൻ പോയാൽ വീണ്ടും പുതിയ തലമുളക്കുമെന്ന് കാണിച്ചു കൊടുത്തു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പണക്കൊഴുപ്പിൽ ചില ഏറാൻ മൊഴികൾ തുടങ്ങിവെച്ച സമരത്തിൽ പാശ്ചാത്യ സംസ്കാരത്തെ പുൽകാൻ ആഗ്രഹിച്ച കുറച്ച് ചെറുപ്പക്കാർ തെരുവിലിറങ്ങിയപ്പോൾ അമേരിക്കയും ഇസ്രായേലും കരുതി ആയത്തുള്ള അലി ഖുമൈനിയെ തട്ടിയാൽ ഇറാന്റെ ഭരണം വീഴുമെന്നും അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു ഡെമ്മിയെ പ്രതിഷ്ഠിക്കാമെന്ന്. പക്ഷേ ചിന്തകൾക്കും കാഴ്ചകൾക്കും അപ്പുറമായിരുന്നു ഇറാൻ ജനത. ഭരണത്തിനെതിരെ തെരുവിലിറങ്ങിയ അതേ ജനത ഖാംനെയി കൊല്ലപ്പെട്ടപ്പോൾ അതേ തെരുവിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതും നമ്മൾ കണ്ടു. അവിടെ കുറച്ചുപേർ സമരം ചെയ്തത് അവരുടെ ആത്മീയ നേതാവിനെ കൊല്ലാനല്ല, മറിച്ച് ആധുനികതയുടെ സുഖം അല്പമെങ്കിലും നുകരാനായിരുന്നു. അതിന് വൈദേശികളുടെ സഹായം ആഗ്രഹിച്ചത് അധികാരമോഹികൾ മാത്രമാണ്, ജനങ്ങളല്ല. അതാണ് ഇറാനിൽ ഇപ്പോൾ കാണുന്നത്. എന്തിനാണ് അമേരിക്ക ഇറാൻ ആക്രമിച്ചത്? ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ പദ്ധതികളും ഇല്ലായ്മ ചെയ്യാനാണ്. ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇറാനെ പോലെ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഉത്തര കൊറിയക്കെതിരെ അമേരിക്ക യുദ്ധം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഉത്തര കൊറിയയെ ആണവായുധ നിർമ്മാണത്തിൽ നിന്നും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണത്തിൽ നിന്നും അമേരിക്ക ഇതുവരെ തടഞ്ഞില്ല? കിം ജോങ് ഇല്ലിന്റെ കാലത്താണ് 2006 ഒക്ടോബർ 9 ഉത്തര കൊറിയ ആദ്യമായി ആണവ പരീക്ഷണം നടത്തുന്നത്. അഥവാ 2006 ആദ്യമായി ഉത്തര കൊറിയ ആണവശക്തിയായി. അതിനുശേഷം 2009, 2013, 2016, 2017 തുടങ്ങിയ വർഷങ്ങളിലും അവർ കൂടുതൽ ആണവ പരീക്ഷണങ്ങൾ നടത്തി. പക്ഷേ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനായില്ല, ഉപരോധങ്ങൾ കൊണ്ടുവന്നതൊഴികെ. അത് കഴിഞ്ഞ് ഉത്തര കൊറിയ 2017 ജൂലൈ 4 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM പരീക്ഷിച്ചു. ദൂരപരിധി 8000 മുതൽ 10000 വരെയായിരുന്നു. എന്നുവെച്ചാൽ അമേരിക്കയിലെ അലാസ്ക, സിയാറ്റിൽ, ഭാഗികമായി വെസ്റ്റ് കോസ്റ്റ് വരെ പേര് ഹോത്സോങ് 14 എന്നായിരുന്നു. അതിനുശേഷം നവംബറിൽ ഹോത്സോങ് 15 പരീക്ഷിച്ചു. ദൂരം 13,000 കിലോമീറ്റർ വരെ എത്താവുന്നത്. ന്യൂയോർക്ക്, വാഷിംഗ്ടൺ DC, ലോസ് ആഞ്ചലസ്, ഷിക്കാഗോ. പിന്നീട് ഹോത്സോങ് 17 2022 പരീക്ഷിച്ചു. ദൂരം 15,000 കിലോമീറ്റർ വരെ. കൂടുതൽ ഭാരമുള്ള വാർഹെഡ് അല്ലെങ്കിൽ ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ. ശേഷം ഹോത്സോങ് 18 2023 പരീക്ഷിച്ചു. അതിൽ സോളിഡ് ഫ്യൂൽ ICBM ആയിരുന്നു. വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന പുതിയ തലമുറ മിസൈൽ. മുഴുവൻ അമേരിക്കയും അതോടുകൂടി ഉത്തര കൊറിയയുടെ കൈകളിലായി. എന്നിട്ടും അമേരിക്ക ഉത്തര കൊറിയയെ ആക്രമിച്ചില്ല. പിന്നെന്തിന് ഇറാൻ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഈ യുദ്ധം അമേരിക്കയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ്. എന്തിന് ഇസ്രായേലിന് വേണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരം ഇറാൻ ഇസ്രായേലിന് നേരെയുള്ള പശ്ചിമേഷ്യയിലെ ഒരേ ഒരു കുന്തമുനയാണ്. ആ മുനയൊടിച്ചില്ലെങ്കിൽ ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയും പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ അപ്രമാദിത്വവും ഇല്ലാതാവും. ഗസക്ക് സ്വാതന്ത്ര്യം നൽകാതെ ഗസൻ ജനതയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഇസ്രായേലിന് നേരെ തുറന്നു പിടിച്ചിരിക്കുന്ന തീക്കണ്ണുകളാണ് ഇറാന്റേത്. അത് ഇല്ലായ്മ ചെയ്യേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. അറബ് ലോകം ഇസ്രായേലിന്റെ എല്ലാ കൊള്ളരുതായ്മകളെയും വകവെച്ചു കൊടുക്കുന്നവരാണ്. ഇറാന്റെ കയ്യിലെ ന്യൂക്ലിയർ വെപ്പണും സമ്പുഷ്ട യുറേനിയവും പണ്ടത്തെ സദ്ദാമിന്റെ കയ്യിലെ രാസായുധം പോലെയാണ്. ഇറാനെ ഭീകരരാജ്യമാക്കാനും ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനും മറ്റു രാജ്യങ്ങളുടെ പിന്തുണ നേടാനുമുള്ള തുറുപ്പുചിട്ട് മാത്രം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് നിരീക്ഷിക്കാൻ അനുമതിയും അന്വേഷണ അനുമതിയും നൽകാമെന്ന് പറഞ്ഞതാണ്. താങ്കൾ ഒരിക്കലും ആണവശക്തി ആവില്ല എന്ന് ഉറപ്പു നൽകിയതാണ്. 4ാം ഘട്ട ചർച്ച ഡേറ്റ് കുറിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഏകപക്ഷീയമായി ഇസ്രായേലിന് വേണ്ടി 200ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു, ആത്മീയ നേതാവിനെ കൊന്നു, പല പ്രമുഖരെയും കൊന്നു. 4 ദിവസം കൊണ്ട് ഭരണമാറ്റം ഉറപ്പിച്ച കളത്തിലിറങ്ങിയ അമേരിക്കയ്ക്ക് തെറ്റി 40 ദിവസം കൊണ്ട് തീരാത്ത യുദ്ധത്തിലേക്കായി എടുത്തു ചാടിയത്.
അമേരിക്ക സമാധാനം നൽകാമെന്ന് പറഞ്ഞ് ആക്രമിക്കുകയോ അതിക്രമിച്ച് കയറുകയോ ചെയ്ത ഒരു രാജ്യത്തും പിന്നീട് സമാധാനം എന്താണെന്ന് ആ ജനത കണ്ടിട്ടില്ല. ഇറാനെയും ആ നിലയിലേക്ക് തള്ളിവിടാനാണ് ഇപ്പോൾ ശ്രമം. ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്ത് അമേരിക്കയുടെ ബലിഷ്ഠമായ കരങ്ങളാൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ആ രാജ്യം എപ്പോൾ അരാജകത്വത്തിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ മതി. അവിടെ എപ്പോൾ ഭീകരവാദ ഗ്രൂപ്പുകൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ മതി. പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ദൂഷിത വലയത്തിലാണ്. അവർക്കാവശ്യം ആധുനികതയുടെ കളിത്തട്ടിൽ ആടി ഉല്ലസിക്കലാണ്. അതിലപ്പുറം മറ്റൊന്നുമില്ല. ആ അറബ് ലോകത്തിന്റെ ആശയ്ക്ക് നേരെയാണ് ഇറാൻ മിസൈലുകൾ അയക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും എത്ര ബോംബിട്ട് തകർത്താലും ഇറാനിൽ അമേരിക്കയുടെ പവർ സർക്കാർ അധികാരത്തിൽ വരില്ല. വരണമെങ്കിൽ ഇറാനിലെ പകുതി ജനങ്ങളെങ്കിലും ഇപ്പോഴത്തെ ഭരണകൂടത്തിനെതിരെ തിരിയണം. അത് സമീപഭാവിയിൽ ഉണ്ടാവുകയുമില്ല.